ഞങ്ങളിന്ന് ഈ കുടുംബത്തെ സന്ദർശിക്കാനായിട്ടാണ് എത്തിയത്. അവരുടെ വേദനകളും പ്രയാസങ്ങളിലും പങ്കാളിയാകാനാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും നമ്മുടെ സ്ഥല MLA ശ്രീ എം വിൻസെൻറ്റും ഞാനും ഇവിടെ എത്തിയത്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. തീർച്ചയായിട്ടും ആ വേദനയിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. എപ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ നീണ്ടകരയിൽ ഇന്നലെ ഞാൻ നീണ്ടകരയിൽ പോയിരുന്നു. നീണ്ടകരയിലും ഒരാളിനെ കാണാനായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സെർച്ച് നടക്കുകയാണ് അവിടെയും. പിന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോയി പരിചയമുള്ള ആളുകളെ കൂടി ഈ കോസ്റ്റൽ പോലീസ് കൂട്ടിയിട്ടുണ്ട്. ഇന്നും ആ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ 3, 4, 5 ദിവസം കഴിഞ്ഞൊക്കെ ആളുകൾ തിരിച്ചു വന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതെ, ഇദ്ദേഹം തന്നെ വന്നിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവടിയാതെ തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഫിഷറീസ് മന്ത്രി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. നമ്മൾ കുടുംബത്തിലെ എല്ലാവരുമായി സംസാരിച്ചു. പ്രധാനമായിട്ടും ഒരു ഗോൾഡൻ അവറിൽ, മിസ്സിംഗ് ആവുന്ന ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു SOP വേണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് SOP ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടാകും. അതോടൊപ്പം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് സാധ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി സ്പീഡപ്പാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ കടലിൽ വാർണിംഗ്, വെതർ ഫോർകാസ്റ്റ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം സാധാരണ നമ്മൾ ഫോർകാസ്റ്റ് വന്നാൽ ചിലപ്പോൾ അന്ന് മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാവാതിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കടലിൽ പോയി കഴിയുമ്പോൾ കടലിൻ്റെ സ്വഭാവം മാറുമ്പോൾ നമുക്ക് വാർണിംഗ് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് 2-way കമ്മ്യൂണിക്കേഷനിലൂടെ വാർണിംഗ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി വേണം എന്നുള്ളത് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കി മുമ്പോട്ട് പോകും. സംഭവം നടന്നത് 10 ദിവസമായി, ഇതുവരെ മന്ത്രി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപമാണ്. നമ്മൾ സെർച്ചിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. സെർച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള സെർച്ച് ഇന്നിപ്പോൾ 10ാമത്തെ 11ാമത്തെ ദിവസമാണ്. നമ്മൾ കൃത്യമായി സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെർച്ച്. അപ്പോൾ ആ സെർച്ച് ബാക്കിയുള്ള അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരുന്നത്. അവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ആ ഭാഗത്ത് സെർച്ചുകൾ നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത്, കോസ്റ്റ് ഗാർഡിന് അവർക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയാലാണ് അവർക്ക് ഇറങ്ങാൻ കഴിയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് കൺട്രോൾ കോസ്റ്റ് ഗാർഡിൽ ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ പറയുന്ന സമയത്ത് അവർ അതിന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ സെർച്ചിൽ ഏറ്റവും കൂടുതൽ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യം വന്നത് നമുക്കത് പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് ഗോൾഡൻ അവറിൽ ഏറ്റവും പെട്ടെന്ന് ഇവരെ കോസ്റ്റ് ഗാർഡിനെ ഇറക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. കാരണം അവർക്ക് കുറച്ച് പ്രൊസീജിയർ ഡിലേ ഉണ്ട് ഈ കാര്യത്തിൽ. ബോംബെ നിന്ന് അനുവാദം വേണം, പിന്നെ തയ്യാറായി. അപ്പോഴത്തേക്ക് നമ്മുടെ ടൈം പാസ്സായി പോകും. ഗോൾഡൻ അവർ ഇല്ലാതിൻ്റെ സമയത്ത് തന്നെ വരത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം, അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടും. ഇപ്പോൾ മാത്രമല്ല, പല സന്ദർഭങ്ങളിൽ ഇതാണ് വരുന്ന പ്രശ്നം. ആ പെട്ടെന്നുള്ള നടപടി ഉണ്ടാകാത്തതാണ് ഇവിടെ പ്രശ്നം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കോസ്റ്റൽ പോലീസാണ്. കോസ്റ്റൽ പോലീസ് പല പരിമിതികളുണ്ട്. കുറേ മാറ്റങ്ങൾ അതിൽ വരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, വാഹനങ്ങൾ, ബോട്ട് തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സഹായം അതാണ്. കാരണം മറ്റാരേക്കാൾ കൂടുതൽ കടലറിയാവുന്നവർ അവരാണ്. അപ്പം അവരുടെ സഹായം കൂടി തേടാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ അപകടം നടന്ന 5 മണിക്കൂർ മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള CP കൊണ്ടാണ് ആദ്യം എത്തുന്നത്. വിൻസെന്റ് MLA എത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച മറൈൻ ആംബുലൻസിന് ഇന്ധനം നിറച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. മറൈൻ ആംബുലൻസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അതെല്ലാം അറ്റകുറ്റപ്പണികൾ ഒരുപാട് ആവശ്യമുണ്ട്. എഞ്ചിനടക്കം തകരാറിലാണെന്നുള്ളതാണ്. മറൈൻ ആംബുലൻസിന്റെ കാര്യത്തിൽ ഇവിടെ സംസാരിച്ച അലൈൻമെന്റ് തന്നെ മോശമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതൊക്കെ പരിശോധിച്ച് നന്നാക്കി എടുക്കണം. ഇനിയിപ്പം ഒരിക്കലും അദ്ദേഹം അങ്ങനെ നടത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരിക്കലും, അദ്ദേഹം തീരദേശവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ ആരും ഒരിക്കലും തീരദേശത്തെയോ തീരദേശവാസികളെയോ ഒരിക്കലും അവഹേളിക്കില്ല. തന്നെയല്ല ഇപ്പം മണ്ണെണ്ണയുടെ കാര്യത്തിൽ പോലും, ഭവന നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പോലും, വീടുകളുടെ അറ്റകുറ്റപ്പണിയോ അദ്ദേഹമല്ലേ ബഡ്ജറ്റിൽ ഇതെല്ലാം പ്രഖ്യാപിച്ചു. വാണിംഗ് ഉള്ള സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി പരാമർശം വേദനിപ്പിച്ചു എന്നുള്ളതാണ് മന്ത്രിയോട് തന്നെ മക്കൾ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കാര്യം എങ്ങനെയെങ്കിലും ഈ സെർച്ച് ശക്തിപ്പെടുത്തി ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഭാവിയിൽ ഇതെങ്ങനെ തടയാൻ പറ്റുന്നത്? ശരി.